ഹായ്, വില്ലേജ് ഫുഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന മുട്ട വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിന് ഇഡ്ഡലി വെക്കുന്ന ചെമ്പിലാണ് നമ്മൾ അത്. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കാം. ഈ ഒരു തട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാദ്യം വെള്ളം വെക്കുക. ആദ്യം നമുക്ക് ഈ ഒരു ഇഡ്ഡലി ഈ പാത്രത്തിൽ വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഈ ഫസ്റ്റത്തെ ഇതിൽ ഒന്നുമില്ലാതെ തന്നെ ഇതിങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ, അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കും. ഒന്നുകിൽ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ തടവി കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് ആ തട്ടിൽ ഇതേക്ക് ഇടാം. അപ്പോൾ അതിൽ 5 മുട്ട ഇപ്പോൾ അതിലായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് തിളയ്ക്കേണ്ടി വരും. 10 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മളത് ചെയ്യേണ്ടത് ജസ്റ്റ് ഓക്കെ. അപ്പോൾ അത് അതിന് എടുക്കാം. അപ്പോൾ ഇനി അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. ആദ്യം മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിൽ ഇതാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. സ്വല്പം ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം. മുട്ട ഇതിലേക്ക് ഇടാം. മസാല ഇതാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി വയ്ക്കാം. അടുപ്പിലേക്ക് തന്നെ നമുക്കൊരു പാൻ വയ്ക്കാം, നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ഓയിൽ ഉപയോഗിക്കാം? ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, എല്ലാ എണ്ണകളും ഉപയോഗിക്കാം. ഇനി ഓരോ പീസസ് ആയിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ ആ മസാലകൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എഗ്ഗ് ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലകളൊരു വേവാൻ വേണ്ടി ഒരു ചെറിയൊരു ഇത് മതി. അധികം ലൈറ്റായിട്ടുള്ളൊരു തീയിൽ കത്തിച്ചാൽ മതി. അത് ജസ്റ്റ് കത്തിയിട്ട് 2 സൈഡും മറച്ചിടുക. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. 2 സൈഡും മറച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. വേവിക്കുമ്പോൾ ആ മസാല വേവിക്കാനുള്ള ഒരു വേവ് മാത്രം മതി. അപ്പോൾ ചെറിയ തീയിൽ മാത്രം വെന്താൽ മതി. അപ്പോൾ 2 സൈഡും മറച്ചിട്ടിട്ട് തന്നെ വേവിക്കണം. ഇനി അതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്കത് കോരി മാറ്റാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായി. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി.